ഊട്ടിയിലെ പുഷ്പമേള എന്ന് എപ്പോഴും പത്രത്തിൽ വരുമ്പം എല്ലാ കൊല്ലവും ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി കാണണമെന്ന്. ഒരിക്കലും അവസരം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ദേ നമ്മുടെ നാട്ടിലൊരു പുഷ്പമേള വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ പുഷ്പമേള കാണാൻ പോയി. ഈ വീഡിയോ ഈ പുഷ്പമേള കാണാൻ പോകാൻ പറ്റാതെ വന്നവർക്കും വേറെ ജില്ലയിലിരുന്ന് പുഷ്പമേള മിസ് ചെയ്യുന്നവർക്കുമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പോയ പുഷ്പമേളയിൽ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിലായിരുന്നു ഇത് പുഷ്പമേള ഉണ്ടായിരുന്നത്. ഇതതിൻ്റെ പ്രധാന കവാടമാണ്. അപ്പോൾ പ്രധാന കവാടത്തിലെത്തി ഞാൻ ഇനി അകത്തേക്ക് കയറാൻ പോയാണ്. ഇത് 2-3 പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടുകയാണ് കേട്ടോ. ധാരാളം കാഴ്ചകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഒറ്റ വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാം കൂടി എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. വിശദമായിട്ട് എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം കയറിയ കാണുന്നത് ഈ ചെടിച്ചട്ടി ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. പിന്നെ മുറം അതൊക്കെ വിൽക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ കയറി, പക്ഷേ വാങ്ങിയത് തിരിച്ചു വന്നപ്പോഴാണ്. കാരണം വേറൊന്നുമല്ല, അല്ലെങ്കിൽ പിന്നെ ഇതും പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും കാണുന്ന കാഴ്ചകളുടെ ഇടയിൽ കൂടെ. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കേണ്ടുള്ളത് കൊണ്ട് പറ്റണതായിരുന്നില്ല. പിന്നെ ഞാനല്ല വാങ്ങിച്ചത് കേട്ടോ, എൻ്റെ കൂടെ വന്ന ആളാണ്. ഞാൻ അയലത്തെ ആളിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ അയലത്തുനിന്ന് വാങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ പോയതാണ്. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിനും നല്ല താമര ഇടാനൊക്കെയുള്ള പോട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെയാണ്. ഇത് കിലോ പേരയുണ്ട്, നമ്മളെ വിയറ്റ്നാം ഏർലിയുണ്ട്. അത് കഴിഞ്ഞ് റോസിൻ്റെ വെറൈറ്റികൾ അങ്ങനെ ഇരിക്കുകയാണ്. ഫ്രൂട്ട്സിൻ്റെ അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ റോസിൻ്റെ വെറൈറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നോ, ഇത്രയും റോസ് ഉണ്ടെന്നൊക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. എല്ലാ കളേഴ്സും, പിന്നെ അത് കൂടാണ്ട് ഡബിൾ കളേഴ്സ്, പിന്നെ ചെറുത് വലുത് അങ്ങനെ പല രൂപത്തിലുള്ളത്. ഈ കാണുന്ന ജെറബറയാണ്. അത് കണ്ട് റോസ് കളർ, ഓറഞ്ച് കളർ, അങ്ങനെ പല കളേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ധാരാളം റോസ് ഇരിക്കുന്നുണ്ട്. എല്ലാത്തിലും പൂക്കളുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കാണാറുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാത്തിലും പൂവാണ്. നമ്മൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെക്കുമ്പോൾ പൂവേ കാണത്തില്ല. എന്തോ മരുന്നൊക്കെ അടിക്കണം, എന്തോ ടെക്നിക്കുണ്ട്, എനിക്കറിയില്ല. എന്നാൽ ചില വീടുകളിലൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നതും കാണാം പൂക്കൾ. അപ്പം നമ്മൾ അതിന് ശേഷം വെരിഗേറ്റഡ് ബോഗൺവില്ലയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഇവിടെ റോസായിരുന്നു ഏറ്റവും കൂടുതലുള്ള. പിന്നെ പിച്ചിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. താഴോട്ട് പോയേക്കുന്നുണ്ട് വലിപ്പം കൊണ്ട് റോസാപ്പൂ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ഇച്ചിരി അകത്തോട്ട് കയറി അടുത്തോട്ട് പോയി ഇന്ന് കാഴ്ചകൾ കാണാം. അല്ലെന്നുണ്ടെങ്കിലേ ദൂരെ നിന്നായിപ്പോവും ഞാൻ എടുക്കുന്ന വീഡിയോസും. അപ്പോൾ അതൊക്കെ അകത്തേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ആഹാ, മുമ്പേ കണ്ട പോലത്തെ ഒരു റോസാപ്പൂവാണ്. ഇത് നമ്മളെ വെരിഗേറ്റഡ് ബോഗൺവില്ലയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൂടാണ്ട് കുറച്ച് ചെമ്പരത്തി വെറൈറ്റികളൊക്കെ ഉണ്ട്. ഇത് കണ്ട നമ്മളെ മുസാണ്ടേൻ്റെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. ഇതൊന്നും ഞാനെങ്ങും അധികം കണ്ടിട്ടില്ല. നല്ലൊരു പ്രത്യേകതയുണ്ട് അത് കാണാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരിക്കുന്നത് കുറേ റോസാ വെറൈറ്റികളാണ്. ഇപ്പോൾ റോസായിൽ നിന്ന് നമുക്ക് കടന്നിട്ട് അപ്പുറത്തേക്ക് പോകാം. അവിടെ കുറേ ഇലച്ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ ഇലച്ചെടികളൊക്കെ അടുത്ത് പോയി ഒന്ന് കണ്ടേച്ചും വരാം. അപ്പോൾ ഇവിടെ പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് നമ്മളെ കോപ്പിറൈറ്റ് പിടിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ സൗണ്ട് വെച്ചത്. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യണത്. അപ്പം കുറച്ച് പ്രശ്നം വോയിസിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം സാരമില്ല, നിങ്ങൾക്ക് പൂക്കൾ ഇഷ്ടമുള്ളവർക്ക് പൂക്കൾ കാണാമല്ലോ. ഏതെങ്കിലും പാട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് വെച്ചുകൊണ്ട് ചുമ്മാ ഇരുന്ന് വീഡിയോ കണ്ടാലും മതി കേട്ടോ. അപ്പോൾ വീണ്ടും കുറേ റോസ് വെറൈറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു പ്രത്യേകതരം ഇലച്ചെടിയുണ്ട്. ഇതെനിക്ക് ഉണ്ടായിരുന്നു, ഉണങ്ങിപ്പോയി. അത് നമ്മളങ്ങോട്ട് നോക്കുമ്പോൾ വീണ്ടും സിറ്റ് ഔട്ടിലൊക്കെ വെക്കത്തൊക്കെ ചെറിയ ചട്ടി വെക്കത്ത കുറച്ച് ഇലച്ചെടികൾ, അതിൻ്റെ കുറേ വെറൈറ്റികൾ അവിടെ താഴെയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്നതൊക്കെ കണ്ടോ, അതും കുറച്ച് ഇലച്ചെടികളൊക്കെയാണ്. വെരിഗേറ്ററിൻ്റെ അടുത്ത് നമ്മൾ പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തോട്ടും കുറച്ച് റോസ് ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടേബിളിൻ്റെ കീഴിൽ
കുറേ ഇലച്ചെടികളുണ്ട്. ഇത് ചെറിയ ചെറിയ ചട്ടികളിലാക്കി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ് കേട്ടോ. മേളിൽ വീണ്ടും ബോഗൺവില്ല വേറെ കളേഴ്സ് ഉണ്ട്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോയി നോക്കാം ഇനി ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന്. പിന്നെ അപ്പുറത്തോട്ട് പോകുമ്പോൾ വീണ്ടും റോസായുടെ കുറേ വെറൈറ്റീസാണ്. ഇങ്ങനെ നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ 4 വശത്ത് റോസാ ചെടികൾ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. ഏത് സ്റ്റാളിൽ ചെന്നാലും റോസാ വെറൈറ്റി, റോസാ വെറൈറ്റി, റോസാ വെറൈറ്റി. അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വേറൊന്നിനും ഇത്ര വെറൈറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല. റോസിന് ഭയങ്കര വെറൈറ്റീസാണ് ഉണ്ടായിരുന്നത്. മഞ്ഞയും എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. ഇതേ കണ്ട ധാരാളം പൂക്കൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് കുറേ ഇലച്ചെടികൾ ഇരിക്കുന്നിടത്തോട്ട് പോയി നോക്കാം. ഇലച്ചെടികളും എല്ലാം പിടിച്ച് നോക്കണ്ടേ. ഇതൊക്കെ കുറച്ച് ഇലച്ചെടികളാണ്. അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കുഴപ്പമൊന്നുമില്ല. വീഡിയോയിലോ ഫോട്ടോയിലോ കാണുന്ന മാതിരിയല്ല, യഥാർത്ഥത്തിൽ കാണുമ്പോൾ ഭംഗിയൊക്കെ ഉണ്ട് ഈ ഇലച്ചെടിക്കൊക്കെ കേട്ടോ. ചിലയിടത്തൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. കണ്ട ഇതൊക്കെ എന്തോ പേരൊക്കെ ചോദിക്കാൻ നിന്നാൽ അതിനേ സമയം കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പേരൊന്നും ചോദിച്ച് അവരെ ശല്യം ചെയ്യാൻ പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ പകർത്തി ഇനി പോയിരുന്നു. അതിൻ്റെ ഇടയ്ക്കും ബോഗൺവില്ല വെച്ചിട്ടുണ്ട്. വെരിഗേറ്റഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതിൽ ചിലതൊക്കെ ഹൈബ്രിഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇലച്ചെടികളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് പേരൊന്നും എനിക്കറിയില്ല. ഈ റെഡ് ഇല വരുന്ന ഈ ചെടിയില്ലേ, ഞാൻ എവിടെ കണ്ടാലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. എൻ്റെ റോസും ഉണ്ട്, റെഡും ഉണ്ട്. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വിലയായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാനേ പോയില്ല. അപ്പോൾ അതിനകത്ത് ഒരു മഞ്ഞ വെറൈറ്റി വരുന്നതും കൂടി ഞാൻ ഇപ്രാവശ്യം കണ്ടു. കണ്ടോ, അതിനകത്ത് തന്നെ വെരിഗേറ്റഡ് വരുന്ന വെറൈറ്റിയുടെയും കണ്ടു. പച്ച വെറൈറ്റി ഉണ്ട്, അതിലും വെരിഗേറ്റഡ് വരുന്നുണ്ട്. കുറേ വെറൈറ്റി ആ ചെടിയിൽ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല, നല്ല വിലയുള്ളതായതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അടിക്കും കുറച്ച് റോസ് വെറൈറ്റിയും ചെമ്പരത്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ഇലച്ചെടികൾ. ഇത് എനിക്കുണ്ടെന്നാണ് തോന്നുന്നത്. വളർന്നു വരുമ്പോൾ ഇത്രയും വെറൈറ്റിയാണ്. നമ്മളെ അടിപൊളി ചെടി ഇരിക്കണം കണ്ടോ. ഇതിനിങ്ങനെ തന്നെ എനിക്കൊന്ന് ഗിഫ്റ്റായിട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇത് ജാബോട്ടിക്കാബാണ്. ഇതൊരു വെറൈറ്റി അവിടെ കണ്ടിട്ടില്ലല്ലോ, ഒരേ ഒരെണ്ണം. ഫ്രൂട്ട്സ് അധികം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. 1-2 എണ്ണം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബുഷ് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വീണ്ടും കുറേ റോസ് വെറൈറ്റികളാണ് ഇരിക്കുന്നത്. നമ്മൾ വീണ്ടും കറങ്ങി അതിനകത്തോട്ട് തന്നെ വരികയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ചെടിയുടെ വെറൈറ്റി. ഇത് അരളി. ഇത് ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞത്. അരളി വെറൈറ്റീസ്. ഇത് താണ്ട ഹൈഡ്രാഞ്ചിയയുടെ കുറേ വെറൈറ്റീസ് പല കളേഴ്സ് ഉണ്ടായിരുന്നു. അതേ നിൽക്കണം. പൂവൊക്കെ വിരിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ. അത് കഴിഞ്ഞ് ഈ ഇരിക്കണം. ഞാൻ വിചാരിച്ചു ഓർണമെൻ്റൽ പൈനാപ്പിൾ ആയിരിക്കും. ഒന്നുമില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. 300 റുപ്പീസ് അവർ പറഞ്ഞത്. പ്രത്യേകതയൊന്നുമില്ല. ചുമന്ന കളർ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ വെച്ചേക്കാം. ചിലപ്പോൾ ഇൻ കേസ് നടുക്കൊരു പൂ പിടിച്ചേക്കും എന്നവർ പറയണു. പക്ഷേ വില ഭയങ്കരമാണ്. ഞാനങ്ങനെ ഇതിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട്.